ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനരുടെ ഒരു ഉപദേശമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഈ കിതാബിലെ അൽ മുനബ്ബിഹാത്തിലെ 20-ാമത്തതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി 21-ാമത്തെ വചനം, അതും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകമാണ്, ഒരു ഉപദേശമാണ്. കുൻ ഇൻദല്ലാഹി ഖൈറന്നാസ് വകുൻ ഇൻദന്നാസി ശർറന്നാസ് വകുൻ ഇൻദന്നാസി റജുലൻ മിനന്നാസ്. ഇതാണ് ഉപദേശം. വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണത്. നീ അള്ളാഹുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവിടെ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാകണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നീ ജനങ്ങളിൽ നല്ലവനായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, അപ്പോഴാണല്ലോ ജനങ്ങളിൽ നല്ലവനാവുക. അള്ളാഹുവിലേക്ക് ഉള്ള നിന്റെ ബന്ധത്തിൽ നീ നല്ലവനായിരിക്കണം. റബ്ബ് നോക്കുമ്പോൾ നീ നല്ലവനാവണം. വകുൻ ഇൻദന്നാസി അല്ല ഇൻദന്നഫ്സി ശർറന്നാസ്. സ്വന്തം നിന്റെ കാഴ്ചപ്പാടിൽ നീ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്ന ബോധം നിനക്കുണ്ടാകണം. ഞാൻ ഒന്നുമല്ല, ഞാൻ വളരെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോശക്കാരനാണ് ഞാൻ. ഈ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഞാൻ തരക്കേടില്ല എന്ന കാഴ്ചപ്പാട് പറ്റൂലല്ലോ. ഈ ഉപദേശത്തിന് സമാനമായ ഒരു ഉപദേശം മഹാനായ അൽ ഗൗസുൽ ആദം ഖുതുബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളവറുകളും പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനര് പറഞ്ഞു, ഇദാ ലഖീത അഹദൻ മിനന്നാസ്, നീ ജനങ്ങളിൽപ്പെട്ട ഒരാളെ കണ്ടാൽ റഅയ്തൽ ഫളല ലഹു അലൈക, നിന്നേക്കാൾ അയാൾക്ക് സ്ഥാനമുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ആ ഒരു കാഴ്ചപ്പാടായിരിക്കണം നിനക്ക് വേണ്ടത്. വതഖൂലു, എന്നിട്ട് നീ പറയണം, അസാ അൻ യകൂന ഇൻദല്ലാഹി ഖൈറൻ മിന്നി വ അർഫഅ ദറജ, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നേക്കാൾ ഖൈറായവനും സ്ഥാനം ഉയർന്നവനും ആണ്. അങ്ങനെ ആയേക്കാമല്ലോ. അപ്പോൾ ഫൈൻകാന സ്വഗീറൻ, ചിലപ്പോൾ നമ്മൾ കണ്ട ആ മറ്റൊരാൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയായിരിക്കാം. അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ കുൽത്ത, നീ ഇങ്ങനെ പറയണം, ഹാദാ ലം യഅസില്ലാഹ വ അനാ ഖദ് അസൈതു ഫലാ ശക്ക അന്നഹു ഖൈറും മിന്നി. അത് ചെറിയ കുട്ടിയല്ലേ, അള്ളാഹുവിനോട് ഒരിക്കലും തെറ്റ് ചെയ്യാത്ത കുട്ടിയാണ്. ഞാനിങ്ങനെ തെറ്റൊക്കെ ചെയ്ത് നടക്കുന്നവനല്ലേ. അപ്പൊ എങ്ങനെയായാലും കുട്ടി തന്നെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലവൻ. വൈങ്കാന കബീറൻ, ഇനി മറ്റേ ആൾ ഒരു വലിയ ആളാണെങ്കിൽ കുൽത്ത, നീ ഇങ്ങനെ പറയണം, ഹാദാ ഖദ് അബദല്ലാഹ ഖബലി, എന്നേക്കാളൊക്കെ മുമ്പ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത ആളാണല്ലോ അയാൾ. കാരണം അയാൾ എന്നേക്കാൾ പ്രായം കൂടിയ ആളാണ്. അപ്പൊ എന്റെ മുമ്പ് ഇബാദത്ത് എടുത്ത ആളല്ലേ അയാള്, അപ്പോഴും അയാളെ ഉഷാറ്. വൈങ്കാന ആലിമൻ, ഇനി മറ്റേ ആളൊരു പണ്ഡിതനാണെങ്കിൽ കുൽത്ത, നീ ഇങ്ങനെ പറയണം, ഹാദാ ഉഅ്തിയ മാലം അബ്ലുഗ് വനാല മാലം അനൽ വഅലിമ മാ ജഹിൽതു വഹുവ യഅമലു ബിഇൽമിഹി. എത്തിപ്പെടാൻ പറ്റാത്ത പലതും അയാൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്, അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേടാത്തത് പലരും അയാൾ നേടിയിട്ടുണ്ട്. എനിക്കറിയില്ലാത്തതൊക്കെ അയാൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചു എന്ന് മാത്രമല്ല, അയാൾ ആ പഠിച്ച ഇൽമു കൊണ്ട് അയാൾ അമൽ ചെയ്യുന്നുമുണ്ട് എന്ന് ആലിമിനെ പറ്റി ധരിക്കുക. ഇനി വൈങ്കാന ജാഹിലൻ, നിന്നേക്കാൾ വിവരം കുറഞ്ഞവർ, വിവരമില്ലാത്തവനാണ് മറ്റേയാൾ എങ്കിൽ നീ ഇങ്ങനെ പറയണം, കുൽത്ത ഹാദാ അസല്ലാഹ ബി ജഹ്ലിൻ വ അനാ അസൈതുഹു ബി ഇൽമിൻ. അയാള് അള്ളാഹുവിനോട് എതിര് ചെയ്തെങ്കിൽ, തെറ്റ് ചെയ്തെങ്കിൽ അത് അജ്ഞതയോട് കൂടെയാ, അയാൾ വിവരമില്ലാത്ത ആളാ. ഞാൻ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യണത് ഇൽമോട് കൂടെയാ, എനിക്ക് ഇൽമുണ്ട്, വിവരമുണ്ട്. വലാ അദ്രി ബിമ യുഖ്തമു ലീ ഔ ബിമ യുഖ്തമു ലഹു, എനിക്ക് അന്ത്യഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക, ജീവിതത്തിന്റെ അന്ത്യം, അതാണല്ലോ പ്രധാനം. അവിടെ എനിക്കെന്ത് സംഭവിക്കും, അയാൾക്കെന്ത് സംഭവിക്കും എന്ന് എനിക്കറിയില്ലല്ലോ. അയാളിപ്പോ ജാഹിലാണ്, ശരിയാണ്, തെറ്റ് ചെയ്യുന്നുണ്ടാവാം, ജാഹിലുമാണ്. ഞാനോ
ആലിമാണ് തെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങനെ വിചാരിക്കണം ഒരാലിമാണെങ്കിൽ. പക്ഷേ അന്ത്യഘട്ടത്തിൽ അയാളുടെ അവസ്ഥ നന്മയിലേക്കും എൻ്റെ അവസ്ഥ മോശത്തിലേക്കും പോകുമോ ആർക്കറിയാം. അങ്ങനെയാണ് ഒരു ജാഹിലിനെ കാണുമ്പോൾ ഒരാൾ വിചാരിക്കേണ്ടത്. ഇനി വൈങ്കാന കാഫിറൻ, ഈ അപരനായ വ്യക്തി കാഫിറാണെങ്കിൽ കുൽത്താ നീ ഇങ്ങനെ പറയേണ്ടത്, ലാ അതിരി അസാ അൻ യുസ്ലിമ ഫയുഖ്തമ ലഹു ബിഖൈരിൽ അമൽ. എനിക്കറിയില്ലല്ലോ, അയാൾ ഒരു പക്ഷെ മുസ്ലിമായേക്കാം, അങ്ങനെ അയാളുടെ അന്ത്യം ഖൈറിൽ അവസാനിച്ചേക്കാം. വഅസാ അൻ അക്ഫുറ ഫയുഖ്തമു ലീ ബിസൂഇൽ അമൽ. ഞാനിപ്പോ മുസ്ലിമായി നടക്കുന്നു, പക്ഷേ ഞാനെങ്ങാനും കാഫിറായി എൻ്റെ അന്ത്യം മോശമായി പോകുമോ ആർക്കറിയാം വസ്തുത. അപ്പൊ ഏതൊരാളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ താഴ്ന്നവനാണ്, അയാളാണ് എന്നേക്കാൾ മെച്ചം എന്ന കാഴ്ചപ്പാട് വേണം എന്ന് സയ്യിദുനാ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആദം തങ്ങൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിലും ആ ഒരു ആശയമാണ് വരുന്നത്. സ്വന്തം കാഴ്ചപ്പാടിൽ നമ്മൾ നമ്മളെപ്പറ്റി മോശമാണ്, ഞാൻ താഴ്ന്നവനാണ് എന്ന കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ജനങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ അവരിൽപ്പെട്ട ഒരാളാകണം, അവരിൽപ്പെട്ട ഒരാൾ ആകണം. എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ വരുമ്പോൾ, ആളുകളുടെ കൂട്ടത്തിൽ ആളുകളിലേക്ക് നോക്കുമ്പോൾ അവരിൽപ്പെട്ട ഒരാളായി നിൽക്കാൻ നമുക്ക് കഴിയണം. ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഷെയ്ഖുന കൊമ്പം ഉസ്താദ് ഈ വചനം എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഉസ്താദിന് അവിടുത്തെ ഉസ്താദിന്റെ ഉസ്താദുമാർ ഉപദേശിക്കുന്നതായിരുന്നു, അത് ഞങ്ങളെ ഉപദേശിക്കും. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ പറയും, ഇത് വിശദീകരിച്ചുകൊണ്ട്, ആളുകൾക്കിടയിൽ നാം ഒരുവനാകണം, അവനെ ഒന്നിനും പറ്റൂല എന്ന് നമ്മളെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഉണ്ടാകാൻ പാടില്ല. നമ്മളെ പലതിനും പറ്റണം, യോഗ്യനാവണം എന്നർത്ഥം. മഹാന്മാരുടെ ദുആ നമുക്ക് കാണാം, അല്ലാഹുമ്മ ജഅൽനി സബൂറൻ വജഅൽനി ശകൂറൻ വജഅൽനി ഫീ ഐനി സഗീറാ വഫീ അയുനിൻ നാസി കബീറാ. പടച്ചവനെ, എനിക്ക് ക്ഷമ വേണേ, നന്ദി ഉള്ളവനാകണേ ഞാൻ, അങ്ങനെയൊക്കെ എന്നെ ആക്കി തീർക്കണേ. എൻ്റെ കണ്ണിൽ ഞാനൊരു ചെറിയവനും എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ ഞാനൊരു വലിയവനും, ആ ഒരു അവസ്ഥയിൽ എന്നെ ആക്കി തീർക്കണേ. എൻ്റെ കണ്ണിൽ ഞാനൊരു ചെറിയവനാണ്, എൻ്റെ വീക്ഷണത്തിൽ ഞാനൊരു വലിയ യോഗ്യത ഒന്നും ഇല്ലാത്തവനാണ്, ആ ഒരു കാഴ്ചപ്പാട് എന്നെ പറ്റി എനിക്ക് വേണം. മേലെ നമ്മൾ പറഞ്ഞുപോയി അത്. എന്നാൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്നെ പറ്റിയിട്ട് അവരുടെ കാഴ്ചപ്പാട്, അവനാള് തരക്കേടില്ല, നല്ലവനാണ്, യോഗ്യനാണ് എന്ന കാഴ്ചപ്പാട് ജനങ്ങൾക്ക് വേണം. ആ ഒരവസ്ഥയിൽ എന്നെ ആക്കണേ എന്ന് വലിയ മഹാന്മാർ ദുആ ചെയ്തിരുന്നു എന്നും നമുക്ക് കിതാബുകളിൽ കാണാം. വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്.